വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹൗ ടു ഐഡന്റിഫൈ യുവർ ഹെയർ ടൈപ്പ്, അതായത് നിങ്ങളുടെ ഹെയർ ഏത് ടൈപ്പ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. ഇങ്ങനെ ഹെയർ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഹെയർ ടൈപ്പ് കണ്ടുപിടിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹെയറിന്റെ എവറിത്തിങ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഏത് ഹെയർ കെയർ റുട്ടീൻ ആണ് നിങ്ങളുടെ ഹെയറിന് യോജിക്കുന്നത്, ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് നിങ്ങളുടെ ഹെയറിന് സ്യൂട്ട് ആവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹെയർ കൃത്യമായിട്ട് സ്റ്റൈൽ ചെയ്യുക. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മുടി ട്രീറ്റ് ചെയ്യുക. നമുക്കറിയാം ഒരുപാട് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഹെയർ കെയർ ടിപ്സ് ഒക്കെ അവൈലബിൾ ആണ്. എന്നാൽ ഇത് പലതും നമുക്ക് ചിലപ്പോൾ വർക്ക് ആവാറില്ല. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ടൈപ്പിന് അനുയോജ്യമായിരിക്കത്തില്ല അത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ ഹെയർ ഏത് ടൈപ്പ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ വേറൊരാൾക്ക് വർക്കായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് വർക്കായെന്ന് വരില്ല. അതിന്റെ കാരണം ഇതാണ്, അവരുടെയും നിങ്ങളുടെയും ഹെയർ ടൈപ്പ് ഡിഫറെന്റ് ആണ്. അവർക്ക് അത് ചിലപ്പോൾ വർക്കായിട്ടുണ്ടാവും. അതോടെ നമുക്ക് നമ്മുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചാലോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഹെയർ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് 4 പാർട്സ് ആയിട്ട് തിരിക്കാവേ. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് കേൾ പാറ്റേൺ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഹെയർ സ്ട്രെയിറ്റ് ആണോ, വേവി ആണോ, കേളി ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ടൈപ്പ് 1 എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഹെയർ ആണ്. അതിൽ തന്നെ ABC എന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വേവി ഹെയർ ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് കേളി ഹെയർ ആണ്. ഇനി നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നെങ്കിൽ കുറച്ചും കൂടെ കേള് കൂടിയത്, അതായത് ഒരു കോയിലി, ഒരു കിങ്കി ആയിട്ടുള്ള ഹെയർ ആണ്. അത്തരത്തിലുള്ള പാറ്റേൺ ആണ് 4th വൺ. ഇത് നിങ്ങളെ ചെക്ക് ചെയ്യേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ഹെയറിലാണ്. അതായത് ഹെയർ വാഷ് ചെയ്ത് നോർമൽ ആയിട്ടുള്ള എയർ ഡ്രൈ ചെയ്തിട്ട് നമ്മൾ വിത്തൗട്ട് എനി പ്രോഡക്ട്സ്, ഒരു പ്രോഡക്ട്സും ഉപയോഗിക്കാത്ത ഹെയറിൽ വേണം നിങ്ങൾ ഇത് ചെക്ക് ചെയ്യാൻ. അതാണ് നിങ്ങളുടെ നാച്ചുറൽ പാറ്റേൺ. അപ്പൊ നിങ്ങളുടെ കേൾ പാറ്റേൺ ഏതാണെന്ന് മനസ്സിലായല്ലോ. പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ പോറോസിറ്റി തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ എത്രമാത്രം മോയ്സ്ചർ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇത് 3 ടൈപ്പ് ഉണ്ട്: ലോ പൊറോസിറ്റി, മീഡിയം പൊറോസിറ്റി ആൻഡ് ഹൈ പൊറോസിറ്റി. നമുക്ക് ഇതിനെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കിയാലോ. പൊറോസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. 1 ഗ്ലാസ് വാട്ടർ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു മുടിനാര്, ഒരു ഹെയർ സ്ട്രാൻഡ് എടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഹെയർ ഏറ്റവും മുകളിലായിട്ടാണ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അത് ലോ പൊറോസിറ്റിയാണ്. അതായത് മുടി അധികം വെള്ളം വലിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് രണ്ടാമത്തത് നമ്മുടെ ഗ്ലാസിന്റെ ഒരു മിഡ് ലെവലിലായിട്ടാണ് നമ്മുടെ ഹെയർ നിൽക്കുന്നതെങ്കിൽ അതാണ് മീഡിയം ഹെയർ പൊറോസിറ്റി. ഇനി നിങ്ങളുടെ ഹെയർ ഏറ്റവും താഴെ, ഗ്ലാസിന്റെ ഏറ്റവും താഴെ ഒന്നാണ് നിൽക്കുന്നതെങ്കിൽ അതാണ് ഹൈ പൊറോസിറ്റി. അതായത് അത്രയും നിങ്ങളുടെ ഹെയർ വാട്ടർ വലിച്ചെടുക്കുന്നുണ്ട് ഉള്ളിലേക്ക്. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ഹെയർ എത്രത്തോളം മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാടൊന്നുമില്ല. അതായത് നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നോർമൽ ആയിട്ട് എയർ ഡ്രൈ ചെയ്യുമ്പോഴത്തെ കാര്യമാണ്. ഹെയർ ഡ്രൈസ് ഒന്നും യൂസ് ചെയ്യാതെ നോർമൽ എയർ ഡ്രൈ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ്സ് കൊണ്ടൊക്കെയാണ് നിങ്ങളുടെ ഹെയർ ഡ്രൈ ആവുന്നതെങ്കിൽ നിങ്ങളുടേത് ഹൈ പൊറോസിറ്റി ഹെയർ ആണ്. ഇനി ഒരു 20 മിനിറ്റ്സ് കൊണ്ടാണ് നിങ്ങളുടെ ഹെയർ ഡ്രൈ ആവുന്നതെങ്കിൽ അത് ഒരു മീഡിയം പൊറോസിറ്റി ഹെയർ ആണ്. ഇനി 1 അവർക്ക് എടുത്തിട്ടാണ് നിങ്ങളുടെ ഹെയർ ഡ്രൈ ആയി കിട്ടുന്നതെങ്കിൽ അത് ലോ പൊറോസിറ്റി ഹെയർ ആണ്. അപ്പൊ നിങ്ങളുടെ ഹെയറിന്റെ പൊറോസിറ്റി അതൊന്നും മനസ്സിലായില്ലേ. പാർട്ട് 3 എന്ന് പറയുന്നത് ഹെയർ ഡെൻസിറ്റി തിരിച്ചറിയുക എന്നുള്ളതാണ്. ഹെയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ എത്രമാത്രം മുടിനാരുകൾ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കിയാലോ. മുടി ഒന്ന് പാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സ്കാൽപ്പ് പെട്ടെന്ന് തന്നെ വിസിബിൾ ആകുന്നുണ്ട് എങ്കിൽ അത് ലോ ഡെൻസിറ്റി ആണ്. ഇനി നിങ്ങൾ മുടി പാർട്ട് ചെയ്യുമ്പോൾ സ്കാൽപ്പ് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എങ്കിൽ അത് ഹൈ ഡെൻസിറ്റി ആണ്. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണെങ്കിൽ അത് മീഡിയം ഡെൻസിറ്റി ആണ്. അപ്പൊ നിങ്ങളുടെ ഹെയറിന്റെ ഡെൻസിറ്റി ഏതാണെന്ന് ചെക്ക് ചെയ്തില്ലേ. ലാസ്റ്റ് പാർട്ട് അഥവാ 4th പാർട്ട് എന്ന് പറയുന്നത് ഹെയറിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ തിക്നെസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ മുടിനാരുകളും എത്രമാത്രം തിക്കാണെന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ സ്ട്രാൻഡ് എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫിംഗറിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ഹെയർ ജസ്റ്റ് അവിടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് ഫൈൻ ഹെയർ ആണ്, സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കട്ടി കുറഞ്ഞിട്ടുള്ള ഹെയർ ആയിരിക്കും ഇത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് ഫിംഗറിൽ നമ്മൾ റോൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ത്രെഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഇത് മീഡിയം ഹെയർ ആണ്. അതായത് ഫൈൻ ഹെയറിനെ കഴിഞ്ഞും കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. എന്നാൽ കോഴ്സ് ഹെയറിന് അത്ര തിക്നെസ് ഇതിനുണ്ടാക്കത്തില്ല. ഇനി നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഒരു വയർ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് പോലെയാണ് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവുക എങ്കിൽ അത് തിക്ക് അല്ലെങ്കിൽ കോഴ്സ് ഹെയർ ആണ്. ഈ ഹെയർ ലാർജ് സ്ട്രാൻഡ് സൈസ് ഉള്ള ഹെയർ ആയിരിക്കും. അതുപോലെ നല്ല സ്ട്രോങ് ആയിരിക്കുമേ. അതുപോലെ തന്നെ ഈ ഹെയറിന് എക്സ്ട്രാ മോയ്സ്ചർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഹെയറിന്റെ തിക്നെസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ.
അപ്പൊ നിങ്ങളുടെ കേൾ പാറ്റേൺ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഹെയർ പൊറോസിറ്റി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ ഹെയറിന്റെ ഡെൻസിറ്റി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പിന്നെ ഹെയറിന്റെ തിക്നെസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് വേണം നിങ്ങളുടെ ഹെയറിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഓരോ ഹെയർ ടൈപ്സിനും വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ചെയ്യാതിരിക്കാം എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. Till then, bye bye.